വർഷാവസാനം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന യേശുവിനെക്കുറിച്ചുള്ള ഒരു സിനിമ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ചലച്ചിത്ര നിർമ്മാതാവ് മാർട്ടിൻ സ്കോർസെസിയുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി ഫ്രാൻസിസ് പാപ്പ. പോൾ ആറാമൻ ഹാളിൽ വെച്ചായിരുന്നു ഹ്രസ്വമായ കൂടിക്കാഴ്ച നടന്നത്. 10ഓളം അക്കാദമി അവാർഡുകൾക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂണിൽ നിന്നുള്ള ഫോട്ടോകളുടെ ഒരു പുസ്തകം സ്കോർസെസി പാപ്പായ്ക്ക് നൽകി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്കോർസെസിയും ഭാര്യ ഹെലൻ മോറിസും പൊതുസദസ്സിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം എഴുത്തുകാരുമായും കലാകാരന്മാരുമായും കൂടിക്കാഴ്ച നടത്തിയ പാപ്പായുടെ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്കോർസെസി ജീസസ് എന്ന സിനിമയ്ക്ക് തുടക്കം കുറിച്ചത്. തൻ്റെ കമ്പനിയിൽ നിന്ന് ബ്രെയിൻ ചിപ്പ് ലഭിച്ച ആദ്യ മനുഷ്യൻ സുഖം പ്രാപിക്കുന്നതായി എലോൺ മസ്കിൻ്റെ സ്ഥിരീകരണം പുറത്തു വന്നതിന് പിന്നാലെ പുതിയ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ആശങ്കകളും വർദ്ധിക്കുന്നു. വികലാംഗർക്ക് അവരുടെ മനസ്സിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ഉപകരണങ്ങൾ നിയന്ത്രിക്കാൻ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കുമെന്നാണ് ന്യൂറാലിങ്ക് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള അതിർവരമ്പുകൾ കൂടുതൽ നേർത്തതാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ടെക്നിക്കാണ് ഇതെന്ന് ക്രിസ്ത്യൻ ഫ്യൂച്ചറിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നു. തലച്ചോറിൻ്റെ കഴിവുകളെ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ അൾസീമേഴ്സ് രോഗത്തിൻ്റെ ആഘാതം ലഘൂകരിക്കാൻ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ കാണാതെ പോകരുതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇത്തരം സാങ്കേതിക വിദ്യകളെ സംബന്ധിക്കുന്ന ചർച്ചകളിൽ നിന്ന് ക്രൈസ്തവർ പിന്നോട്ട് പോകരുതെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിലെ കത്തോലിക്ക ദേവാലയത്തിൽ ഐസിസ് ഭീകരർ ഒരാളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ രാജ്യത്തെ ക്രൈസ്തവരുടെ അവസ്ഥ വിവരിക്കുന്ന റിപ്പോർട്ടുകളുമായി വിവിധ മാധ്യമങ്ങൾ. തുർക്കിയിൽ 12,000-നും 16,000-നും ഇടയിൽ യഹൂദരും 2 ലക്ഷത്തിൽ താഴെ ക്രൈസ്തവ വിശ്വാസികളും ഉണ്ടെന്നാണ് കണക്ക്. ക്രൈസ്തവരിൽ 25,000 പേർ കത്തോലിക്ക വിശ്വാസികളാണ്. മതസ്വാതന്ത്ര്യം കടലാസുകളിലുണ്ടെങ്കിലും സർക്കാർ തലത്തിലും സാമൂഹിക തലത്തിലും വലിയ സമ്മർദ്ദങ്ങളാണ് രാജ്യത്തെ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്നതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൈസ്തവരുടെ വസ്തുവകകളെ ലക്ഷ്യം വെച്ചുള്ള അക്രമങ്ങളും സാമൂഹിക അക്രമങ്ങളും അടുത്ത കാലത്തായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അമേരിക്കൻ കമ്മീഷനെ ഉദ്ധരിച്ചുള്ള വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ സർക്കാർ ഇടപെടുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സർക്കാരിൻ്റെ നിലപാടുകൾ തങ്ങൾക്ക് സാമൂഹിക അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വെളിപ്പെടുത്തിയതായി മതസ്വാതന്ത്ര്യ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ കേരള സന്ദർശനത്തിന് മലബാർ ഭദ്രാസനത്തിൽ ഇന്ന് തുടക്കമാകും. 4-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് സഭ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്കൽ സെൻറ്ററിൽ ശ്രേഷ്ഠ ബാവയുടെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളനവും പാത്രിയാർക്കൽ ദിനാഘോഷവും നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സിറോ മലങ്കര ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർ പങ്കെടുക്കും. കാണ്ടമാലിൽ 2008-ലെ ക്രൈസ്തവ പീഡനങ്ങളെ അതിജീവിച്ച മറ്റൊരു ഇര കൂടി ക്രിസ്തുവിൻ്റെ പുരോഹിതനായി. ഇറ്റാലിയൻ കോൺഗ്രിഗേഷനായ സൺസ് ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ സഭാംഗമായിട്ടാണ് ഡീക്കൻ ഉബാച്ച പ്രധാൻ വൈദിക പട്ടം സ്വീകരിച്ചത്. ഗുമുഡ പാരീഷിലെ സെൻറ് ജോസഫ് നിവാസിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് അൽപിനാർ സെനാപതി കാർമ്മികത്വം വഹിച്ചു. 25ഓളം വൈദികരും 20 കന്യാസ്ത്രീകളും 1500ഓളം ക്രൈസ്തവ വിശ്വാസികളും പങ്കെടുത്തു. കാണ്ടമാലിലെ പീഡനങ്ങളെ അതിജീവിച്ച മറ്റൊരു വ്യക്തി കൂടി ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ബിഷപ്പ് സേനാപതി പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.